exam in our family. Hello, മക്കളെ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്രിസ്മസ് എക്സാം എത്താറായിട്ടുണ്ട് അല്ലേ? അപ്പോൾ പലരോടും ഗ്രാമറിൽ ഇംഗ്ലീഷിലെ ഗ്രാമറിൽ ഏത് ടോപ്പിക്കാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പലരും പറയാറുള്ള ഒരു മറുപടിയാണ് ടെൻസ് വേണം എന്നുള്ള കാര്യം. അപ്പോൾ ഇനി ടെൻസിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ ഒന്നും വേണ്ട. നമ്മൾ സിമ്പിൾ ആയിട്ട് ടെൻസ് എങ്ങനെയാണ്, എന്താണ്, എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. എന്തായാലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. ടെൻസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബേസിക്കലി പറയുമ്പോൾ പ്രസന്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. നമുക്കറിയാം 3 ടെൻസ് ഉണ്ട്. ഇതിൽ നിന്ന് വീണ്ടും ഡിവിഷൻസും കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ പലർക്കും അത് പഠിച്ച് വരുമ്പോഴാണ് ഡൗട്ട്സ് വരാറുള്ളത്. അപ്പം നമ്മൾ സിമ്പിൾ ആയിട്ട് ഇന്ന് പഠിക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാം ആവാനായിട്ടുണ്ട് അല്ലേ? ഇനി എക്സാമിന് അധികം ടൈമൊന്നുമില്ല. ഇപ്പോൾ ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങുക. എന്തായി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോൻ്റെ താഴെ കോമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം കേട്ടോ. ഇനിയും പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മുടെ കയ്യിൽ ഇനിയായിരിക്കും സമയമില്ല. അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാം വലിയൊരു പണിയും കൊണ്ടാണ് വരുന്നത്. പുതിയ പാറ്റേണും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ടഫായിരിക്കും. അപ്പോൾ ആ ഒരു പേടി മനസ്സിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മുടെ ബാച്ചസ് ഒക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആണെന്നുള്ള കാര്യം അറിയാലോ. ലൈവായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വർക്ക്ഷീറ്റ്സും അതുപോലെ അതിൻ്റെ PDF നോട്ട്സും കാര്യങ്ങളെല്ലാം അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. യെസ് മക്കളെ, അപ്പോൾ നമ്മുടെ ടെൻസസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ പ്രസന്റ് ടെൻസ് അല്ലേ? പ്രസന്റ് ടെൻസിന് വീണ്ടും നമ്മൾ കീറി മുറിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം പ്രസന്റ് ടെൻസിൽ സിമ്പിൾ പ്രസന്റ് നോക്കാം. പ്രസന്റ് ടെൻസ് എന്ന് വെച്ചാൽ എന്തുവാ? ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അല്ലെ? പ്രസന്റ്. നമ്മുടെ അടുത്ത് പറയാൻ ലിവ് ഇൻ ദ പ്രസന്റ് നമ്മൾ പറയാറുണ്ട് അല്ലേ? ഇപ്പോൾ ജീവിക്കൂ, അല്ലാണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ആലോചിക്കല്ലേ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പ്രസന്റ് ടെൻസ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ. അതിൽ ഫസ്റ്റ് വൺ ആണ് സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ പ്രസന്റ്. ഓക്കെ, സിമ്പിൾ ആണ് ആള്, വേറെ ഒന്നുമില്ല. ഈ ഒരു സെന്റൻസ് സ്ട്രക്ചർ നോക്കുമ്പോൾ ഇതിൽ സബ്ജക്റ്റ് ഉണ്ടാവും, വെർബ് ഉണ്ടാവും, വേറെ ഒന്നുമില്ല, പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതായത് ഇപ്പം ഞാൻ പഠിപ്പിക്കുവാണ്, ഐ ടീച്ച്, ഇത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാണ് എന്ന് പറയുമ്പോൾ എന്താണ്? ഐ ടീച്ച്. റെഗുലർലി ഞാൻ ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് എന്ത് യൂസ് ചെയ്യാം? സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യാം? അത് ഹാബിറ്റ്സിന് വേണ്ടിയിട്ട്. നമ്മുടെ ശീലങ്ങൾ ഉണ്ടാവും അല്ലേ? നമ്മൾ ബ്രഷ് ചെയ്യുന്നു, എന്താണ് അത്? നമ്മുടെ ഹാബിറ്റാണ്. ഉറപ്പിച്ച് പറയാൻ പറ്റുമല്ലോ? ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ്, ഹാബിറ്റാണ്. ദെൻ ഫാക്റ്റുകൾ. ഇപ്പം പറയണം, വെള്ളം ഏതൊരു ഡിഗ്രി സെൽഷ്യസിലാണ് തിളയ്ക്കുന്നത്, ബോയിൽ ചെയ്യുന്നത്? 100 ആണ്. അപ്പോൾ അത് എപ്പോഴും ഒരു വാട്ടർ നമുക്ക് ഹീറ്റ് ചെയ്യുമ്പോൾ എന്തായാലും 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ ഇറ്റ് വിൽ ബോയിൽ അല്ലേ? നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തോ യൂസ് ചെയ്യാം? സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യാം. ദെൻ റുട്ടീൻസിന്, നമ്മുടെ റുട്ടീന്, നമ്മുടെ ശീലങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഈ പറയുന്ന സിമ്പിൾ പ്രസന്റ് ആണ് യൂസ് ചെയ്യുക, റെഗുലർലി ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കി, സബ്ജക്റ്റ്, വെർബ്, അതുപോലെ ഒബ്ജക്റ്റ് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ എക്സാമ്പിൾ നോക്കിയാൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാവും. ഐ ഈറ്റ് ആൻ ആപ്പിൾ എവറി ഡേ. എന്താ പറഞ്ഞേ? ഐ ഈറ്റ് ആൻ ആപ്പിൾ എവറി ഡേ. എന്താ പറയുക? ഞാൻ എല്ലാ ദിവസവും ഒരു ആപ്പിൾ വെച്ച് കഴിക്കും. അതെന്താണ്? അത് സ്ഥിരം ചെയ്യുന്ന കാര്യമാണ്, റെഗുലർലി ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ എഴുതിയാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഈറ്റ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഈറ്റ് എന്ന് വെച്ചാൽ എന്തുവാണ്? വെർബാണ്, ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതിൻ്റെ കൂടെ ഡെക്കറേഷൻസ് ഒന്നും വേണ്ട. ഐ ഈറ്റിംഗ് എന്നൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഐ ഈറ്റ് ആൻ ആപ്പിൾ എവറി ഡേ, അത്രേ ഉള്ളൂ. ഓക്കെ, സബ്ജക്റ്റ് ഉണ്ട് ഐ അല്ലെ, വെർബ് ഉണ്ട് ഈറ്റ്. ഇവർ രണ്ടുപേരും മാത്രം മതി, വേറെ ഒന്നിനും ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ പ്ലൂറൽ ആയതുകൊണ്ടാണ് നമ്മൾ ഈറ്റ് എന്ന് മാത്രം എഴുതിയിട്ടുള്ളത്. അത് മിസ് പറഞ്ഞുതരാം. ഇനി അടുത്തത് നോക്കിക്കേ, ഷീ പ്ലേസ് ഫുട്ബോൾ. അവൾ എന്നും ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഷീ പ്ലേസ്, അവിടെ എന്താണ് വെർബ് വന്നിട്ടുള്ളത്? പ്ലേസ് എന്നാണ് വന്നിട്ടുള്ളത്. അത് വെർബാണ് അല്ലേ? അവിടെ എസ് ഇട്ടു. നേരത്തെ മിസ് ഇവിടെ ഈറ്റ്സിന് എസ് ഇട്ടിട്ടില്ല. പലർക്കും ഉണ്ടാവുന്ന ഡൗട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഐ എന്ന് പറയുന്നത് പ്ലൂരലാണ്. ഐ എന്ന് പറയുന്നത് പ്ലൂരലാണ്. അയ്യോ ദേവി അല്ലെ? ഐ യു ദേവി, ഇവരൊക്കെ എന്താണ്? പ്ലൂരലാണ്. ഐ യു ദേ വി, ഇവരൊക്കെ പ്ലൂരലാണ്. അപ്പോൾ ഇവരുടെ കൂടെ എസ് ഇടേണ്ട കാര്യമില്ല എന്ന് ഓർത്ത് വയ്ക്കാം. ഇവരുടെ കൂടെ എസ് ഇടേണ്ട കാര്യമില്ല. ഇവർ പ്ലൂരലാണ്. ഇവർ കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് പേടിയൊന്നുമില്ല. ഇനി ആരെങ്കിലും പുതിയതായിട്ട് കൂട്ടിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ ഷീ എന്ന് പറയുന്നത് എന്തുവാണ്? ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഓക്കെ, ഒറ്റയ്ക്കുള്ള ആളാണ്, സിംഗുലർ ആണ്. അപ്പോൾ അവർക്കൊരു പേടി ഉണ്ടാവും അല്ലേ? അതുകൊണ്ട് അവർക്ക് എന്ത് കൊടുക്കാം? എസ് കൊടുക്കാം. ഹീ, ഷീ, ഇറ്റ്, ഇവരൊക്കെയാണ് സിംഗുലർ എന്ന് പറയുന്നത്. ഈ സിംഗുലറിനൊക്കെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ്. അതുകൊണ്ട് ഇവർക്ക് എന്ത് കൊടുക്കണം? വെർബിൻ്റെ കൂടെ നിൽക്കാൻ ഒരു എസ് കൊടുക്കണം. അത്ര ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഷീ പ്ലേസ് ഫുട്ബോൾ. അവൾ എന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഫുട്ബോൾ കളിക്കുന്നുണ്ട്. സിമ്പിൾ പ്രസന്റ് ആണ്, ഇത്രയും കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ റെഗുലർലി ചെയ്യുന്ന കാര്യം, റുട്ടീൻസ് അല്ലെങ്കിൽ ഹാബിറ്റ്സ്, അതുപോലെ ഫാക്ട്സ്, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും?
സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യും കേട്ടോ. ഫസ്റ്റ് വൺ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, മാറ്റി വെക്കുക. നെക്സ്റ്റ് വൺ ഈസി വൺ ആണ്, പ്രസന്റ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് കാണുമ്പോൾ തന്നെ നമുക്ക് കത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലേ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന കാര്യം. ING ആണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ING ഓർമ്മ വയ്ക്കുക. സ്ട്രക്ചർ നോക്കിക്കേ, സബ്ജക്റ്റ് ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആറ്, വെർബ് പ്ലസ് ING. കിട്ടുന്നുണ്ടാവില്ല. എക്സാമ്പിൾ നോക്കിയാൽ മതി. I am eating an apple. ഞാനിപ്പോൾ ഒരു ആപ്പിൾ കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ആം ചേർത്തു. സബ്ജക്റ്റ് നോക്കി I ആണ്. ഐൻ്റെ കൂടെ ഈസും അല്ലെങ്കിൽ ആറൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ആം ആണ് പറ്റുക. അപ്പോൾ ആം എഴുതി. ദെൻ നമ്മുടെ വേർബ് എഴുതി. വേർബിൻ്റെ കൂടെ ING ഫോം യൂസ് ചെയ്തു. ഓക്കെ, I am eating an apple. She is playing ഫുട്ബോൾ, ING ഫോം. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, ഹാപ്പനിങ് റൈറ്റ് നൗ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. I am teaching you, ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. ഓക്കെ, ലാസ്റ്റ് വൺ അല്ല, പ്രസൻറ്റ് പെർഫെക്റ്റ് എന്താണ് നോക്കുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്ത കാര്യം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴും അതിൻ്റെ എഫക്റ്റ് ഉണ്ടോ, ദാറ്റ് ഹാസ് എ റിസൾട്ട്. ഓക്കെ, ഇപ്പോഴും അതിനൊരു റിസൾട്ട് ഉണ്ടെങ്കിൽ ദാറ്റ് ഹാവ് എ റിസൾട്ട് നൗ, കഴിഞ്ഞു പോയൊരു കാര്യമാണ്. പാസ്റ്റിൽ റീസെൻ്റ്ലി നമ്മൾ ഫിനിഷ് ചെയ്തൊരു കാര്യമാണ്, പക്ഷെ അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സബ്ജക്റ്റ് ഹാസ് ടു ഹാവ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് വെച്ചാൽ V3 ഫോം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നോക്കി എക്സാമ്പിൾ. I have eaten an apple. I have eaten an apple. ഇവിടെ I കഴിഞ്ഞിട്ട് ഹാവ് യൂസ് ചെയ്തു. സിംഗുലർ ആണെങ്കിൽ ഹാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈറ്റൻ. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇവിടെയാണ് എല്ലാ വ്യത്യാസങ്ങളും ഇവിടെയാണ് വരിക. ഈറ്റൻ ഫിനിഷ്ഡ് ഒന്നും അല്ലേ. ഈറ്റൻ എന്ന് വെച്ചാൽ V3 ഫോം ആണ്. ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. ഓക്കെ, ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. ഇതിൽ V3 ഫോം ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ I have eaten an apple. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വല്ലതും വേണോ, വിശക്കുന്നുണ്ടോ? വേണ്ട, I have eaten an apple. ഞാനൊരു ആപ്പിൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞു, റീസെൻ്റ്ലി ഞാൻ കഴിച്ചതാണ്, അല്ലാണ്ട് മിനിഞ്ഞാന്നോ ഇന്നലെ ഒന്നും കഴിച്ച കാര്യമല്ല പറഞ്ഞത്. ഇപ്പോൾ കുറച്ച് മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ട്, സോ എനിക്ക് വിശപ്പില്ല, I am full എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട് അല്ലേ, അതിൻ്റെ എഫക്റ്റ് എനിക്ക് ഇപ്പോഴും ഉണ്ട്, എൻ്റെ വയറ് നിറഞ്ഞിട്ടായിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്തൊരു കാര്യമാണ്, അതിൻ്റെ റിസൾട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യേണ്ടത്. I have eaten an apple. അപ്പോൾ ഹാവ് വരും, അതുപോലെ തന്നെ V3 ഫോമും വരും. അത്രേ ഉള്ളൂ. ഇവിടെ she has finished her homework. അപ്പോൾ ഇന്നലെ തന്ന ഹോംവർക്കാണ്, ഇന്ന് ക്ലാസ്സിൽ പോയപ്പോൾ എന്താണ് ഞാൻ ഇപ്പോൾ കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ റിസൾട്ട് എൻ്റെ കയ്യിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. She has finished her homework. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹാവ് അല്ലെങ്കിൽ ഹാസ് യൂസ് ചെയ്യുക, V3 ഫോം വയ്ക്കുക. അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിനാണ് റീസെൻ്റ്ലി, ഇന്നലെയോ കഴിഞ്ഞ വർഷം ഒന്നുമല്ല, ഈ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാം. ദെൻ ഇതിൽ ലാസ്റ്റ് വൺ ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താണ് കാര്യം നോക്കിക്കേ. സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. അത് പാസ്റ്റിൽ തുടങ്ങിയൊരു കാര്യമാണേ, പക്ഷെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പാസ്റ്റിൽ തുടങ്ങിയൊരു കാര്യം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, സ്റ്റിൽ ഇറ്റ് കണ്ടിന്യൂസ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയാം. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന നേരത്തെ ഹാസും ഹാവും നമ്മൾ പഠിച്ചല്ലോ, അതിൻ്റെ കൂടെ ബീനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ, അതിൻ്റെ കൂടെ INGയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി. നോക്കിക്കേ, I have been studying for 2 hours. ഞാൻ 2 മണിക്കൂറായിട്ട് ഇതാ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഓക്കെ, I have been ING കണ്ടോ, I have been studying. ഓക്കെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഇത്? ഞാൻ പാസ്റ്റിൽ 2 മണിക്കൂർ മുമ്പേ ഞാൻ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്ത് പറയാം? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയാം. ഇതാണ് പ്രസൻറ്റ് ടെൻസിൽ വരുന്ന കാര്യങ്ങൾ കേട്ടോ. ഇനി നമ്മൾ പാസ്റ്റ് ടെൻസിലോട്ട് പോവാണ്. ഇത്ര തന്നെയുള്ളൂ. സിമ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പെർഫെക്റ്റ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്, പെർഫെക്റ്റ് ഉണ്ട്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിൽ എന്താണ്? സ്ട്രക്ചർ പാസ്റ്റ് ഫോം ഓഫ് വേർബ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. I ate an apple yesterday. കണ്ടോ, ഇന്നലെ ഞാൻ കഴിച്ചു എന്ന് പറയാം. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആക്ഷൻ പാസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യാം? സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഫിനിഷ്ഡ് ആക്ഷൻസ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ആക്ഷൻസിനെയാണ് എന്ത് പറയാം? സിമ്പിൾ പാസ്റ്റ് എന്ന് പറയാം. ഐ എയ്റ്റ് ആൻ ആപ്പിൾ യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ കഴിച്ചു. ഷീ പ്ലേഡ് ഫുട്ബോൾ. അവൾ ഫുട്ബോൾ കളിച്ചു. ഓക്കെ, കഴിഞ്ഞു പോയി, ആ കാര്യമൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് കേട്ടോ, സിമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യം, പാസ്റ്റിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാൻ അപ്പോൾ എന്താ ചെയ്യായിരുന്നു? ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോൾ? ഇപ്പോഴല്ല, അപ്പോൾ കഴിഞ്ഞു പോയതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പാസ്റ്റിൽ ഗോയിങ് ഓൺ, ഫോർ ആക്ഷൻസ് ഗോയിങ് ഓൺ അറ്റ് എ സെർട്ടൻ ടൈം ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന കാര്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണോ? അല്ല, പാസ്റ്റിൽ അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായോ? നോക്കിക്കേ, സ്ട്രക്ചർ വരുമ്പോൾ സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേർ ING ഫോം. ഇത്രയേ ഉള്ളൂ. ഐ വാസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. ഞാനൊരു ആപ്പിൾ കഴിക്കുമായിരുന്നു. ഇപ്പോഴല്ല, അപ്പോൾ, ഒരു സെർട്ടൻ ടൈം. ഓക്കെ, അത് പാസ്റ്റിലാണ്, കഴിഞ്ഞു പോയി. ദേ വേർ വാച്ചിങ് TV. ദേ വേർ വാച്ചിങ് TV. ഓക്കെ, അപ്പോൾ വാസ് വരുന്നത് എപ്പോഴാണ്? വാസ് വരുന്നത് I, he, she. ഓക്കെ, വേർ എവിടെയാണ് വരുന്നത്? they, you, we. ഓക്കെ, യെസ്, അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നോക്കിക്കേ, പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ആക്ഷൻസ് കംപ്ലീറ്റഡ് ബിഫോർ അനദർ പാസ്റ്റ് ആക്ഷൻസ്. ഇവിടെ 2 ഇവൻറ്റ്സ് ഉണ്ടായിരിക്കും. 2 ആക്ഷൻസ് ആണ് ഇവിടെ ഉണ്ടാവുക. 2 ആക്ഷൻസ്. ഓക്കെ, 2 ആക്ഷൻസ്, രണ്ടും പാസ്റ്റിലുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു ആക്ഷൻ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടാവും, ഒരു ആക്ഷൻ നേരത്തെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഈ ഒരു ആക്ഷൻ രണ്ടാമത്തെ ആക്ഷൻ്റെ മുമ്പിലായിട്ട് ഈ ഒരു ആക്ഷൻ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇതായിരിക്കും ഏറ്റവും പാസ്റ്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ആക്ഷൻ, 2 ആക്ഷൻസ് നടന്നിട്ടുണ്ട്, ഒരു ആക്ഷൻ മറ്റൊന്നിനേക്കാൾ മുമ്പേ നടന്നു പോയി. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ആക്ഷൻസ് കംപ്ലീറ്റഡ് ബിഫോർ അനദർ പാസ്റ്റ് ആക്ഷൻ. നോക്കിക്കേ, ഐ ഹാഡ് ഈറ്റൻ ബിഫോർ യു കെയിം. ഹാഡ് പ്ലസ് V3 ഫോം, ഹാഡ് പ്ലസ് V3 ഫോം ആണ് ഇവിടെ വരിക. ഓക്കെ, V3 ഫോം ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ V3 ഫോം ആണ് കേട്ടോ. ഓക്കെ, നോക്കിക്കേ, ഇവിടെ 2 ആക്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഈറ്റ് എന്നുള്ളതും കം എന്നുള്ള 2 ആക്ഷൻസ് ഇവിടെ കാണാം. ഓക്കെ, ഈറ്റ് എന്നുള്ളതും കം എന്നുള്ളതും നോക്കി വായിച്ചു നോക്കിക്കേ. ഐ ഹാഡ് ഈറ്റൻ ബിഫോർ യു കെയിം. നീ വരുന്നതിന് മുമ്പ് ഞാൻ കഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ വരുന്നതിന് മുമ്പ് കഴിച്ചു, അതായത് ഇത് ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുള്ള ഒരു എവൻ്റ് ആണ്, ഒരു ഇൻസിഡൻ്റ് ആണ്. ഓക്കെ, ഞാൻ കഴിച്ചു എന്ന് പറയുന്നതാണ് പാസ്റ്റിൽ നടന്നിട്ടുള്ളത്. ഇതും പാസ്റ്റ് ആണ്, പക്ഷേ ഇതിന് മുമ്പായിട്ട് തന്നെ ഈറ്റ്, ഞാൻ കഴിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ആ ഫസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീൻ്റെ മുമ്പിലായിട്ട് നമ്മൾ എന്ത് വെച്ചു? ഹാഡ് വെച്ചു. എന്നിട്ട് ഫസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ആക്ഷന് V3 ഫോം കൊടുത്തു. ഓക്കെ, ഐ ഹാഡ് ഈറ്റൻ ബിഫോർ യു കെയിം. മനസ്സിലായോ? നീ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 2 ആക്ഷൻസ് ഉണ്ടായിരിക്കും. ഒന്ന് നേരത്തെ തന്നെ കഴിഞ്ഞു പോയി, പിന്നെയാണ് മറ്റേ നടന്നത്. രണ്ടും പാസ്റ്റിൽ തന്നെയാണ്, പക്ഷെ ഒരെണ്ണം എന്താണ്? ഒന്നും കൂടെ മുന്നേ നടന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനാണ് പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുക. അവിടെ ഒന്നുമില്ല, ഹാഡ് പ്ലസ് V3. ഓക്കെ, ഹാഡ് പ്ലസ് V3 എന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമ്മൾ ഹാവ് ബീൻ ആണ് അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്താണ്? ഹാഡ് ബീൻ ആണ് പഠിക്കുക. ഓക്കെ, പ്രസൻറ്റിലാണെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ എന്ത് പഠിച്ചു? ഹാവ് പ്ലസ് ബീൻ അല്ലെ ING എന്ന് പഠിച്ചു. ഇവിടെയോ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING എന്ന് പഠിക്കാം കേട്ടോ. നോക്കിക്കേ, ഇവിടെ പറയുന്നത് ആക്ഷൻസ് ദാറ്റ് കണ്ടിന്യൂഡ് അപ് ടു എ പോയിന്റ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ ഒരു പോയിന്റ് വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന ഒരു ആക്ഷൻ ആണെങ്കിൽ, അതായത് ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഫോർ 2 hours ബിഫോർ ഡിന്നർ. കണ്ടോ, ഇവിടെ 2 ആക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്താണ്? ഒരു ആക്ഷൻ യൂസ് ഫോർ ആക്ഷൻസ് ദാറ്റ് കണ്ടിന്യൂഡ് അപ് ടു എ പോയിന്റ് ഇൻ ദ പാസ്റ്റ് എന്ന് പറഞ്ഞത്. പാസ്റ്റിൽ ഒരു കാര്യം നടന്നിട്ടുണ്ട്, ആ കാര്യം നടക്കുന്നത് എന്താണ്? ഒരു സെർട്ടൻ പീരീഡ് വരെ ആണ് നടന്നിട്ടുള്ളത്. ഓക്കെ, ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഫോർ 2 hours. എന്താണ്? 2 hours ആയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബിഫോർ ഡിന്നർ, ഡിന്നറിന് മുമ്പ്. കണ്ടോ, അതൊന്നും കൂടെ പാസ്റ്റ് ആക്കി. ഡിന്നറിന് മുമ്പ് നടന്നിട്ടുള്ള കാര്യമാണ്. ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഫോർ 2 hours. ഓക്കെ, അപ്പോൾ ഹാഡ് ബീൻ ചേർക്കുക, ING ഫോമിൽ ചേർക്കുക. ഇത്രയേ ഉള്ളൂ. ഈസിയാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മുടെ ഫ്യൂച്ചർ ടെൻസ് ആണ് വരുന്നത്. ഫ്യൂച്ചർ ടെൻസ് ഈസിയാണ്. വില്ല് യൂസ് ചെയ്ത് എഴുതുക. സിമ്പിൾ ഫ്യൂച്ചർ ആയിപ്പോയി. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചർ ആക്കുകയാണെങ്കിൽ വില്ല് പ്ലസ് വെർബ്. ഓക്കെ, ഐ വിൽ ഈറ്റ് ആൻ ആപ്പിൾ ടുമോറോ. ഞാൻ നാളെ കഴിക്കും. ഐ വിൽ ഈറ്റ് ആൻ ആപ്പിൾ. ഷീ വിൽ പ്ലേ ഫുട്ബോൾ. അവൾ ചെയ്യുമെന്നാണ് പറയുന്നത്. ഫ്യൂച്ചർ പ്ലാൻസ് അല്ലെങ്കിൽ പ്രെഡിക്ഷൻസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ വിൽ യൂസ് ചെയ്യും. അടുത്ത ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കിക്കേ. ആൻ ആക്ഷൻ ദാറ്റ് വിൽ ബി ഹാപ്പനിങ് അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഫ്യൂച്ചർ ഇൻ ടൈം. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന, അതല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കാൻ പോകുന്നുണ്ടാവുന്ന ഒരു കാര്യത്തിനാണ് പറയുന്നത് കേട്ടോ. ഐ വിൽ ബി ഈറ്റിംഗ്. വിൽ ബി ഈറ്റിംഗ് ആണ് വരിക. വിൽ ബി കഴിഞ്ഞിട്ട് ING ഫോം. ഐ വിൽ ബി ഈറ്റിംഗ് ഡിന്നർ അറ്റ് 8 PM. കണ്ടോ, സെർട്ടൻ ടൈമാണ് കൊടുത്തിട്ടുള്ളത്. 8 മണിക്ക് ഞാൻ കഴിക്കുകയായിരിക്കും.
നീ 8 മണിക്കാണോ വരുന്നത്, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ സമയത്ത് ഡിന്നർ കഴിക്കുമായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് യൂസ് ചെയ്യുക? ഐ വിൽ ബി ഈറ്റിംഗ്, ING ഫോം യൂസ് ചെയ്യുക. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. അടുത്ത ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. അപ്പോൾ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കംപ്ലീറ്റഡ് ആക്ഷൻസിനാണ് പറയാറ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി, ആക്ഷൻസ് ദാറ്റ് വിൽ ബി കംപ്ലീറ്റഡ് ബിഫോർ എ ഫ്യൂച്ചർ ടൈം. ഫ്യൂച്ചർ ടൈമിൽ തീരാവുന്ന ആക്ഷൻ, അതിനാണ് ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക് ബൈ 9 PM. ഇവിടെ നോക്കിക്കേ, ഞാൻ 9 മണിയാവുമ്പോഴത്തേനും എൻ്റെ ഹോംവർക്ക്സ് തീർത്തിട്ടുണ്ടായിരിക്കും. ഐ വിൽ ഹാവ് ഫിനിഷ്ഡ്, ഞാൻ ആ സമയത്തോടു കൂടി തീർത്തിട്ടുണ്ടായിരിക്കും. കണ്ടോ, അത് ഫ്യൂച്ചറിൽ തീരാൻ പോകുന്നൊരു കാര്യത്തിന് ഓൾറെഡി പറഞ്ഞു വയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ തന്നെ അത് തീർന്നു പോകും എന്നുള്ളത്, ഒരു ടൈം പീരീഡിൽ അത് തീർന്നു പോകും എന്ന് പറയുകയാണെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ്. പെർഫെക്റ്റ് എന്ന് വെച്ചാൽ എപ്പോഴും കഴിഞ്ഞു പോയത്, ഫിനിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ള മീനിങ്ങാണ് വരിക. ഓക്കെ, അപ്പോൾ ഐ വിൽ ഹാവ് ഫിനിഷ്ഡ്, വിൽ പ്ലസ് ഹാവ് പ്ലസ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് കേട്ടോ. ഫിനിഷ്ഡ് എന്ന് പറയുമ്പോൾ V3 ഫോം ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലേ, ലാസ്റ്റ് വണ്ണാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരിക. അപ്പോൾ ഇതിന് എന്തായിരിക്കും വരിക? കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ING ഫോം പറഞ്ഞു നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ആക്ഷൻസ് കണ്ടിന്യൂയിങ് അപ് ടു എ പോയിന്റ് ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ ഒരു പോയിന്റ് വരെ കണ്ടിന്യൂ ചെയ്യാവുന്ന ആക്ഷൻസിനാണ് പറഞ്ഞത്. ഐ വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഫോർ 3 hours ബൈ ദെൻ. ഓക്കെ, ആ സമയത്തോടു കൂടെ ഞാൻ എന്ത് ചെയ്യുമായിരിക്കും? ഒരു 3 മണിക്കൂറോളം പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ഐ വിൽ ഹാവ് ബീൻ. അപ്പോൾ ഇതിന് എന്താ വേണ്ടത്? വിൽ ഹാവ് ബീൻ. പിന്നെ ING ഫോം. പെർഫെക്റ്റ് വരുമ്പോൾ എപ്പോഴും എന്താണ്? കംപ്ലീറ്റഡ് ആക്ഷൻസിനെ കാണിക്കാന്ന് പറഞ്ഞു. പിന്നെന്താണ്? അപ്പോൾ അവിടെ ഹാവ് അല്ലെങ്കിൽ ഹാസ് വരും എന്നുള്ളത് നോക്കുക. ഇനി കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? ING ഫോം ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോൾ എന്താണ്? വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഫോർ 3 hours ബൈ ദെൻ. അതോടുകൂടി ഞാൻ 3 മണിക്കൂറോളം പഠിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടെൻസസ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ പോലും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിവിഷൻസ് ഉണ്ട്. ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടോ എന്നുള്ളത് പറയാം. ഇനി ഇതിലേതെങ്കിലും ഒരു സബ് ഡിവിഷൻ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച് തരണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ താഴെ കോമൻറ്റ് ബോക്സിൽ ഒന്ന് കോമൻറ്റ് ചെയ്താൽ മതി. മിസ് സിമ്പിളായിട്ട് ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെ ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാൻ. നമ്മുടെ ക്രിസ്മസ് എക്സാം അടിപൊളിയായിട്ട് എഴുതാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം തന്നെ ബാച്ചസിലോട്ടൊക്കെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.